വെൽക്കം ബാക്ക് ടു PSC ലൈവ് ടോക്സ്. LP ഇൻ്റർവ്യൂകളിൽ ഹോട്ട് ടോപ്പിക് എന്ന നിലയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന കുറച്ചധികം ഒരു മേഖലയിൽ നിന്ന് തന്നെ പലതരത്തിൽ ചോദ്യം വരിക എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനത്തെ മേഖലകളാണ് സാധാരണയായിട്ട് നമ്മൾ ഈ ഹോട്ട് ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരൊറ്റ ചോദ്യം മാത്രമല്ല, അതിനെ തുടർന്ന് വ്യത്യസ്തമായ ചോദ്യങ്ങൾ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം ചോദിച്ച ചോദ്യമായിരിക്കില്ല ചിലപ്പോൾ അടുത്ത ദിവസം ചോദിക്കുക. അതിനോട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും, എന്നാൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല. അതുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, അതായത് ആ ഒരു ടോപ്പിക്കിൻ്റെ ആകത്തുകയായിട്ടുള്ള ആശയം നമ്മൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞു പോകണം. അങ്ങനെ ഒരു ടോപ്പിക്കാണ് ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതി എന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനെ തുടർന്ന് വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഒരു ഉത്തരമല്ല, വ്യത്യസ്തമായ ഉത്തരങ്ങൾ ഒരു വീഡിയോയിൽ. അതാണ് ഇതിലൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വിദ്യാഭ്യാസ പ്രക്രിയയിൽ ശിശുവിന് പ്രാധാന്യം നൽകുന്ന ഒരു രീതി, അതാണ് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം. ഇതൊരു 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് ഈ ഒരു രീതിക്ക് പ്രചാരം വന്നത്. പണ്ട് കാലത്ത് അധ്യാപിക കേന്ദ്രീകൃതമായിട്ടോ അല്ലെങ്കിൽ വിഷയ കേന്ദ്രീകൃതമായിട്ടായിരുന്നു ക്ലാസ്സുകളെല്ലാം, നമുക്കറിയാവുന്ന കാര്യമാണ്. അന്ന് കുട്ടി പഠിക്കേണ്ട കാര്യങ്ങൾക്ക് ആ കുട്ടീനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തു. കുട്ടിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല, കുട്ടി എന്ത് പഠിക്കണം എന്നുള്ളതിനായിരുന്നു ഇമ്പോർട്ടൻസ്. അല്ലെങ്കിൽ അധ്യാപകൻ എന്താ അറിയാം അത് കുട്ടിയിൽ അടിച്ചേൽപ്പിക്കുക എന്നൊരു ആശയമായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. പഠിതാവിൻ്റെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചാണ് ഇന്ന് വിദ്യാഭ്യാസത്തിൽ കരിക്കുലം തയ്യാറാക്കിയിട്ടുള്ളത്. അതിനാണ് പ്രഥമ സ്ഥാനം. കുട്ടിയുടെ ഗുണപ്രദമായിട്ടുള്ള എല്ലാ കഴിവുകളും അവൻ്റെ എല്ലാ തരത്തിലുള്ള കഴിവുകൾ വളർത്തുവാനായിട്ട് അവനെ കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും എല്ലാം നല്ലൊരു വ്യക്തിയായി അല്ലെങ്കിൽ നല്ലൊരു പ്രയോജനമുള്ള വ്യക്തിയാക്കി മാറ്റുക എന്നതാണ് ആധുനിക കാഴ്ചപ്പാട്. പഠിതാവ് തൻ്റെ പഠനത്തിലൂടെ എല്ലാ കഴിവുകളും നേടുകയും സാമൂഹികമായും അതുപോലെ തന്നെ മാനസികമായുമുള്ളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സണായി മാറുക, അതിലൂടെ സാമൂഹികമായ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയായി തീരുക എന്നുള്ളതൊക്കെയാണ് ഈ ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതി എന്നതുകൊണ്ട് അതിലൂടെ ആധുനിക വിദ്യാഭ്യാസ ചിന്തകന്മാർ ഉദ്ദേശിക്കുന്നത്. ആ കുട്ടി നേരിടുന്ന ജീവിത പ്രശ്നങ്ങൾ ബുദ്ധിപൂർവമായിട്ടും സൃഷ്ടിപരമായും എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു കഴിവ് ആ കുട്ടിക്കുണ്ടായിരിക്കണം. ഈ ഒരു വിധത്തിൽ പഠിതാവിനെ രൂപപ്പെടുത്തിയെടുക്കാനാണ് ഇപ്പോഴത്തെ പാഠ്യപദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു രൂപപ്പെടുത്തലാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പ്രാധാന്യം കൊടുത്തത്. അതിൽ വിദ്യാർത്ഥി കേന്ദ്രിതവും പ്രവർത്തനാധിഷ്ഠിതമായിട്ടുള്ള ഒരു പഠന പ്രക്രിയയ്ക്കാണ് രൂപം കൊടുത്തത്. വ്യക്തിയുടെ സമഗ്ര വികസനം, സമൂഹത്തിൻ്റെ സർവ്വവികസനം, ഇതെല്ലാമാണ് 1986 ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ. പഠിതാക്കളുടെ സർഗാത്മകതയ്ക്ക് ഊന്നൽ കൊടുത്ത് അവരുടെ എല്ലാ നൈസർഗികമായിട്ടുള്ള കഴിവുകളും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമായിരിക്കണം നൽകേണ്ടത്. അതുപോലെ വിദ്യാർത്ഥികളിൽ പഠിക്കുന്ന ഒരു വൈദഗ്ധ്യം വളർത്തണം. കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് പഠിക്കുക എന്നല്ല, കുട്ടിക്ക് സ്വയം പഠിക്കാൻ അറിയണം. അത്തരത്തിലൊരു കഴിവ് ആ കുട്ടിയിൽ വളർത്തിയെടുക്കണം. സ്വന്തം നിലയിൽ തന്നെ പഠിക്കാനും അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ ഒരു വിജ്ഞാനത്തിൻ്റെ ലോകത്തിൽ അവൻ്റെ ആവശ്യങ്ങളെയും വെല്ലുവിളികളെയും നേരിടാനായിട്ടുള്ള പ്രാപ്തി കഴിവുകൾ സ്വായത്തമാക്കാനും കുട്ടികൾക്ക് കഴിയണം. വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന സമ്പ്രദായം ഈ ലക്ഷ്യം നേടുന്നതിനെയാണ് ഊന്നൽ നൽകുന്നത്. വിദ്യാഭ്യാസ ദാർശനികരായിരുന്ന റൂസോ, പെസ്ലോസി, ഫ്രോബൽ, മോണ്ടിസോറി, ഡ്യൂയി ഇവരെല്ലാമാണ് ശിശു കേന്ദ്രീകൃത സമീപനത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞിട്ടുള്ളവർ. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. റൂസോ, പെസ്റ്റലോസി, ഫ്രോബൽ, മോണ്ടിസോറി, ഡ്യൂയി
ഇനി ആധുനിക വിദ്യാഭ്യാസ ചിന്തകരെ പറ്റി പറയുകയാണെങ്കിൽ പിയാഷെ, ബ്രൂണർ, ഗാഗ്നെ, മില്ലർ. പിയാഷെ, ബ്രൂണർ, ഗാഗ്നെ, മില്ലർ ഇവരാണ് ശിശുവിൻ്റെ വികസനത്തെ പറ്റി ആഴത്തിൽ പഠിക്കുകയും വിദ്യാഭ്യാസം കുട്ടികളുടെ പ്രായത്തിനും അവരുടെ ഒരു വികസന നിലവാരത്തിനും അടിസ്ഥാനമാക്കി ആയിരിക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളത്. ശിശു കേന്ദ്രീകൃത രീതിയിൽ അധ്യാപകന്റെ പങ്കിൽ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. മുമ്പുള്ളതിനേക്കാൾ അധ്യാപകന്റെ പങ്ക് വ്യത്യസ്തമാണ്. പരമ്പരാഗതമായിട്ട് അധ്യാപകന്റെ ചുമതല എന്താണ്? കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്നതാണ്. എന്നാൽ പുതിയ രീതിയിൽ ഈ ചുമതല ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഒരു മെന്റർ എന്ന നിലയിലേക്ക്, മലയാളത്തിൽ ഒരു വഴികാട്ടി, ആ ഒരു രീതിയിലേക്ക് മാറി. അതുപോലെ തന്നെ കുട്ടികൾക്ക് ശരിയായ പരിസ്ഥിതി, പഠനാനുഭവം അതെല്ലാം ഒരുക്കി കൊടുക്കുക. കുട്ടികൾ സ്വയം നിരീക്ഷണം, പരീക്ഷണം, വിവരങ്ങൾ ശേഖരിക്കൽ, നിഗമനങ്ങളിലെത്തൽ, തീരുമാനങ്ങളിലെത്തൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതിനൊക്കെ ഒരു ഫെസിലിറ്റേറ്ററായിട്ട് മാത്രം നിലകൊള്ളുക എന്നതാണ് അധ്യാപകന്റെ ദൗത്യം. സയൻസിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചെടിയുടെ ഭാഗം അധ്യാപകൻ നോട്ട് കൊടുത്ത് പഠിപ്പിക്കുന്നു. ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ പല കഴിവുകളും പ്രയോഗിക്കാൻ കുട്ടിക്ക് കഴിയാതെ വരും. ചെടി നേരിട്ട് കാണാനും കൈകാര്യം ചെയ്യാനുമുള്ള ഒരു സൗകര്യം കുട്ടികൾക്ക് നൽകണം. അവരുടെ സ്വന്തം നിരീക്ഷണങ്ങൾ കുറിച്ചെടുക്കാനും ചെടിയുടെ വിവിധ ഭാഗങ്ങൾ അധ്യാപകന്റെ സഹായത്തോടെ നേരിട്ട് കണ്ടെത്താനും അവർക്ക് കഴിയണം. നേരിട്ട് തൊട്ട് പഠിക്കുന്നതും അധ്യാപകൻ ക്ലാസ്സിൽ ഒരു ചിത്രം കാണിച്ച് പഠിപ്പിക്കുന്നതും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ അവർക്ക് സ്വയം കണ്ടെത്തലിലൂടെ നിരീക്ഷണത്തിനും അപഗ്രഥനത്തിനൊക്കെയുള്ള അവരുടെ ഒരു കഴിവ് അത് മൂർച്ച കൂട്ടാനും അതുവഴി മറ്റു പല സന്ദർഭങ്ങളിലും ഇത്തരത്തിലുള്ള നൈപുണ്യങ്ങൾ ഉപയോഗിച്ച് സ്വന്തം വിജ്ഞാനം വർദ്ധിപ്പിക്കാനും കഴിയുള്ളൂ. നോട്ട് മാത്രം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകന് പരിമിതവും അമൂർത്തവുമായിട്ടുള്ളൊരു വിജ്ഞാനം മാത്രമേ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ നിന്നും മാറ്റി ചിന്തിക്കുന്ന ഒരു രീതിയാണ് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൽ വരുന്നത്. ഇതിൽ ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതിയിൽ അധ്യാപകന് ഏറെ ചുമതലകളുണ്ട്. അവ നമുക്കൊരു 7 നമുക്ക് പറയാവുന്നതാണ്. കുട്ടികളെ പ്രചോദിതരാക്കുക, കുട്ടികളെ അവരുടെ അഭിലാഷങ്ങൾക്ക് അനുസരിച്ച് അതിനെ പൂർണ്ണമായി അംഗീകരിച്ച് അവരെ നയിക്കുക, പഠന വിഭവങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക. ഇത് ലഭ്യമാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. എല്ലാറ്റിനും ഒരു അയവുള്ള ഒരു സമീപനം ക്ലാസ് റൂമിൽ അധ്യാപകൻ സ്വീകരിക്കുക. ഓരോ കുട്ടിയുടെയും വ്യക്തിത്വം മാനിക്കുകയും വ്യക്തി വ്യത്യാസങ്ങളുള്ള കുട്ടികളാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും അതിനാവശ്യമായ ഒരു അനുരൂപീകരണം ക്ലാസ്സിൽ നടത്തുകയും ചെയ്യുക. ഗ്രൂപ്പ് പ്രവർത്തനത്തിനായുള്ള അന്തരീക്ഷം സംജാതമാക്കുക. അവസാനമായിട്ട് അധ്യാപകൻ ഒരു പങ്കാളിയും ഒപ്പം ഒരു ഫെസിലിറ്റേറ്ററുമായിട്ട് കൂടെ നിൽക്കുക. ശിശു കേന്ദ്രീകൃത സമീപനത്തിലൂടെ നമുക്ക് പറയാവുന്ന മറ്റൊരു കാര്യം, പല അറിവുകളും നൈപുണ്യങ്ങളും നേടുന്ന ഒരു പഠിതാവ് ഈ സമീപനത്തിന് അനുയോജ്യമായ മൂല്യനിർണ്ണയത്തിലൂടെ മാത്രമായിരിക്കണം വിലയിരുത്തപ്പെടേണ്ടത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ശിശു കേന്ദ്രീകൃത സമീപനത്തിലെ മൂല്യനിർണ്ണയം പ്രവർത്തനങ്ങളെ പോലെ തന്നെ വിലയിരുത്തപ്പെടാൻ അതിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ആധുനിക പാഠ്യപദ്ധതി വിദ്യാർത്ഥി കേന്ദ്രീകൃത സമീപനങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കണം. നമുക്ക് പാഠ്യപദ്ധതി ശിശു കേന്ദ്രീകൃത രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം ആ പാഠ്യപദ്ധതി എന്നതുകൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് പാഠ്യപദ്ധതിയുടെ ഉദ്ദേശം, പ്രാപ്തി, സിലബസ്, മൂല്യനിർണ്ണയം ഇവയെല്ലാം അനുയോജ്യമായ ക്രമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പാഠ്യപദ്ധതി അഥവാ കരിക്കുലമായിരിക്കണം. പഠിതാവിൻ്റെ ആവശ്യം, കഴിവ്, അവൻ്റെ വാസനകൾ, ബുദ്ധി നിലവാരം, പ്രായം, വൈകാരികമായിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതൊക്കെ അനുസരിച്ചുള്ള ഒരു പഠനം നിർവഹിക്കാനായിട്ടുള്ളൊരു പാഠ്യപദ്ധതി ആയിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. പാഠഭാഗങ്ങൾ കഴിയുന്നതും മൂർത്തവും നേരിട്ട് അനുഭവിക്കാവുന്നതായിരിക്കണം. ഒരിക്കലും അവർക്ക് എത്തിച്ചേരാവുന്ന തരത്തിനപ്പുറമുള്ള ഒരു സിലബസ് നൽകരുത്. അവർക്ക് നേരിട്ട് ചെന്ന്
പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിട്ട് കഴിയുന്ന തരത്തിലുള്ള ഒരു രീതിയിലുള്ള പാഠ്യഭാഗങ്ങളായിരിക്കണം നൽകേണ്ടത്. കളി രീതിക്ക് തീർച്ചയായിട്ടും സ്ഥാനം നൽകണം. അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് നീങ്ങാനും പ്രവർത്തിച്ച് പഠിക്കാനും ഉള്ളൊരു സാഹചര്യമായിരിക്കണം ഈ പാഠ്യപദ്ധതിയിലൂടെ ഒരുക്കേണ്ടത്. ഇത് ആവശ്യമായിട്ടുള്ള നൈപുണികൾ വളർത്തി സ്വയം പഠനത്തിനുള്ളൊരു വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ളൊരു പാഠ്യപദ്ധതി ആയിരിക്കണം ശിശു കേന്ദ്രീകൃത രീതിയിൽ നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകണമെങ്കിൽ ഉൾപ്പെടുത്തേണ്ടത്. അതായത് കുട്ടിക്ക് ഒരു ടോട്ടൽ ഡെവലപ്മെൻറ്റ്, അതായത് മൊത്തത്തിലുള്ളൊരു വികാസം കൈവരുന്ന ഒരു പാഠ്യപദ്ധതി ആയിരിക്കണം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പാഠ്യപദ്ധതികൾ കുട്ടിയുടെ ഉയർന്ന മറ്റൊരു ലെവലിലേക്ക് ജീവിതം കടക്കുമ്പോഴും കുട്ടിയെ ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ അഭിമുഖീകരിക്കാൻ, അതിനെ നേരിടാൻ പ്രാപ്തനാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതിയെ പറ്റി ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ എന്ത് ചോദ്യം വന്നാലും ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഉത്തരം പറയാനായിട്ട് സാധിക്കും. ഇതേവരെ വന്ന ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതി, വിഷയാധിഷ്ഠിത പാഠ്യപദ്ധതി എന്നിവയുടെ വ്യത്യാസം, അതാണ് ഒന്നാമത്തെ ചോദ്യം വന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ചോദിച്ചത് ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതി, അധ്യാപക കേന്ദ്രീകൃത പാഠ്യപദ്ധതി, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മറ്റൊന്ന് അധ്യാപകന്റെ ചുമതല. ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതിയിൽ അധ്യാപകന്റെ ചുമതല. പിന്നെ മറ്റൊന്ന് ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതി ആരംഭിക്കുമ്പോൾ ആരൊക്കെയാണ് അതിൻ്റെ തുടക്കം കുറിച്ചത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, എന്ന് മുതലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് ചോദിച്ചത് എങ്ങനെയായിരിക്കണം പാഠ്യപദ്ധതി എന്നുള്ളത്. ശിശു കേന്ദ്രീകൃത പാഠ്യപദ്ധതി എങ്ങനെയായിരിക്കണം? ഇത്തരം ചോദ്യങ്ങളെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വന്നതുകൊണ്ടാണ് ഇതിനെല്ലാം ഉത്തരം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ളൊരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തന്നെ കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു. നല്ലൊരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു.